കുറച്ച് പെർസെൻറ്റേജ് ഫോർമുലാസാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഒരു സാധാരണ ഭിന്നത്തെ ശതമാനമാക്കി മാറ്റാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 1/4 × 100 25%. അത് ശതമാനമായി മാറി. ശതമാനത്തെ സാധാരണ ഭിന്നമാക്കാനാണെങ്കിൽ ആ സംഖ്യ /100 എടുത്താൽ മതി. ഒരു സംഖ്യയുടെ x% കൂടുകയും അതിനുശേഷം x% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ x²/100% കുറവുണ്ടാകും. എക്സിൻ്റെ y% വൈയുടെ x% തുല്യമായിരിക്കും. എയുടെ ശമ്പളം ബിയേക്കാൾ x% കൂടുതലായാൽ ബിയുടെ ശമ്പളം എയേക്കാൾ x/100 + x × 100% കുറവായിരിക്കും. എയുടെ ശമ്പളം ബിയേക്കാൾ x% കുറവായാൽ ബിയുടെ ശമ്പളം എയേക്കാൾ x/100 - x × 100% കൂടുതലായിരിക്കും. ഒരു സംഖ്യയുടെ a% കൂടുകയും തുടർന്ന് b% കൂടുകയും ചെയ്താൽ സംഖ്യയിൽ a + b + ab/100% വർധനവുണ്ടാകും. ഒരു സംഖ്യയുടെ a% കൂടുകയും തുടർന്ന് b% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ a - b - ab/100% മാറ്റമുണ്ടാകും. ഒരു സംഖ്യയുടെ a% കുറയുകയും തുടർന്ന് b% കുറയുകയും ചെയ്താൽ സംഖ്യയുടെ -a - b + ab/100% മാറ്റമുണ്ടാകും. ഒരു സംഖ്യയുടെ a%തോട് b കൂട്ടിയാൽ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ b/200 - a × 100 ആയിരിക്കും. വർധനവ് ശതമാനം കണ്ടുപിടിക്കാൻ വർധനവ് ആദ്യ വില × 100. വിജയ ശതമാനം കണ്ടുപിടിക്കാൻ വിജയികളുടെ എണ്ണം പരീക്ഷ എഴുതിയവരുടെ എണ്ണം × 100.